ഈശ്വരോ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി തന്നു. ഈ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ഈ നിലയിൽ ബന്ധപ്പെടുവാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പങ്കുവയ്ക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. ഈ ജീവൻ്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നെങ്കിൽ അതിൽ മാത്രമാണ് നമുക്കുള്ള സന്തോഷം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അറിയിക്കുക, അതിലൂടെ മറ്റുള്ളവർ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുക, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇന്നലത്തെ സന്ദേശം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് ലഭിച്ചിരിക്കുന്ന തീരാത്ത 3 സമ്പത്ത് അല്ലെ സ്വത്തുക്കൾ എന്നുള്ള വിഷയമാണ് ഞാൻ ഇന്നലെ പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കാര്യം കാണുകയായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞു തീരാത്ത ദാനം എന്നുള്ളതായിരുന്നു. 2 കൊരിന്ത്യർ 9:15. അപ്പോൾ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ അല്പമായിട്ട് ചിന്തിച്ചത്. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ഒന്ന്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. എന്തിനാണ്? നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. യോഹന്നാൻ 3:16 എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. നമ്മൾ ചിന്തിക്കുക, പിതാവ് നമുക്ക് തന്ന ആ വലിയ ദാനം അതെത്ര വലിയ കാര്യമാണ്. അത് നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമത് നമ്മൾ കണ്ടത് രക്ഷയെക്കുറിച്ചാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കലും മനുഷ്യന് സ്വയം പ്രാപിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല രക്ഷ. അത് ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി. ഇത്ര വലിയ രക്ഷ അത് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. അത് നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കണം എന്നുള്ള കാര്യം കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി അതിൽ ശേഷിക്കുന്ന 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 ധനങ്ങളെക്കുറിച്ചും അല്പമായിട്ട് വേഗം പറയാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ 4ാമത്തെ കാര്യം കൃപാദാനം എന്നാണ്. കൃപാദാനം നമ്മൾ എഫേസ്യ ലേഖനം 3-ാം വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. കൃപാദാനം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കൃപ എന്നുള്ള പദം വിശുദ്ധന്മാർക്ക് വളരെ പരിചിതമാണ്. എന്നാൽ ആ കൃപ എന്ന് പറയുന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൃപയിലാണ്. പൗലോസ് പറയുകയുണ്ടായി, ഞാൻ മറ്റെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവിടുത്തെ കൃപ വ്യർത്ഥമായില്ല. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം വാക്യത്തിൽ വായിക്കുന്ന കാര്യമാണ്. അപ്പോൾ താൻ മറ്റെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചെന്ന് പറയുമ്പോൾ തന്നെ താൻ പറയുന്നത് അത് ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഈ കൃപ എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കൃപയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ കൃപ കൂടാതെ എല്ലാം ശൂന്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അറിയിക്കുന്നത് തന്നെ കൃപയുടെ സുവിശേഷമാണ്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 20-24 പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട കൃപയുടെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാൻ വേണ്ടിയിട്ട് താൻ ഓടുകയാണ്. നമ്മൾ കൊടുക്കുന്ന ഈ സുവിശേഷം അത് കൃപയുടെ സുവിശേഷമാണ്. നമ്മൾ പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൃപ ലഭിക്കുവാൻ ഇടയാകുകയാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ റോമാലേഖനം 5:2 വായിക്കുന്നത്, നാം നിൽക്കുന്നത് കൃപയിലാണ്. നാം നിൽക്കുന്നത് കൃപയിലാണ്. നാം ഓടുന്നതും അധ്വാനിക്കുന്നതും ഒരു കൃപയാണ്. നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്ന കൃപ, ഈ ലോക ജീവിതത്തിൽ
നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കൃപ. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പൗലോസ്ലീഹ 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചേ? തൻ്റെ വേദനയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ്. കാരണം തൻ്റെ ജഡത്തിൽ ഒരു പിശാചിൻ്റെ ദൂതനെ ദൈവം വെച്ചിരുന്നു. എന്തിനാണ്? നിഗളിക്കാതിരിക്കുവാൻ. അത് ഒഴിഞ്ഞു പോകേണ്ടതിന് വേണ്ടിയിട്ട് പൗലോസ്ലീഹ 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം എന്തായിരുന്നു? എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ്. എൻ്റെ കൃപ നിനക്ക് മതി. ഈ കൃപ മാറ്റിയാൽ പൗലോസ്ലീഹായ്ക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുവാൻ, ജയാളിയായി തീരുവാൻ കഴിയുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൃപയാണ്. ഈ കൃപയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവമെല്ലാമാണ്, ദൈവമെല്ലാം ചെയ്യുന്നു, ദൈവമെല്ലാം നൽകുന്നു. ഓരോ സമയത്തും നമുക്ക് ആവശ്യം അനുസരിച്ച് ദൈവം നൽകുന്ന സഹായം, അതിനായി കൃപയെന്ന് പറയുന്നു. അപ്പോൾ ഈ കൃപ നമുക്ക് ലഭിച്ചു. ഇന്ന് നമ്മൾ കൃപയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോ നിമിഷത്തിലും ഈ കൃപയെ വ്യർത്ഥമാക്കാതെ കൃപയിൽ നിന്നും വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യർ 5:4, ന്യായപ്രമാണത്താൽ നീതിരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. കണ്ടോ? കൃപയിൽ നിന്നും വീണുപോയി. അപ്പോൾ നമ്മൾ കൃപ വ്യർത്ഥമാക്കരുത്. നമ്മൾ കൃപയിൽ ശക്തിപ്പെടണം. ആ വാക്യവും നമ്മൾ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എൻ്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ നമ്മൾ കൃപയാൽ ശക്തിപ്പെടണം എന്ന് നമുക്ക് കാണാൻ കഴിയും. പത്രോസ്ലീഹായും പറയുമ്പോൾ തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ അവസാനം ഭാഗത്ത് വായിക്കുന്നുണ്ട്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. എത്ര ഉന്നതമായ കാര്യമല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൃപ ദാനമായിട്ട് ലഭിച്ചിരിക്കുക. അതെത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. ഈ കൃപയിൽ നമ്മൾ എപ്പോഴും നിൽക്കണം. ഈ കൃപ നമ്മളെ നടത്തണം. ഈ കൃപയിൽ നമ്മൾ ബലപ്പെടണം. ഈ കൃപയിൽ നമ്മൾ അധ്വാനിക്കണം. ഈ കൃപ നാം വ്യർത്ഥമാക്കരുത്, വീണു പോകരുത്. അഞ്ചാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് നിത്യജീവൻ എന്നുള്ളതാണ്. നിത്യജീവൻ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയാണ്. നിത്യജീവൻ നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ ദാനമാണ് നിത്യജീവൻ. നമ്മൾ ചിന്തിക്കണം, നിത്യജീവൻ എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ജീവൻ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മൾ ജീവൻ പ്രാപിക്കുവാനും ധാരാളമായിട്ട് പ്രാപിക്കുവാനാണ്, അല്ലെങ്കിൽ ഈ നിത്യജീവന് പ്രാപിക്കുവാനായിട്ടാണ്. അപ്പോൾ കർത്താവ് സ്വയം പറഞ്ഞില്ലേ യോഹന്നാൻ 14:6, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ദാനമാണ് നിത്യജീവൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ 3:36 നമ്മൾ വായിക്കുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. നോക്കുക, അപ്പോൾ അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവനെ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതേ കാര്യം നമ്മൾ യോഹന്നാൻ 3:16 നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് എന്നെയും നിങ്ങളെയെല്ലാം സ്നേഹിച്ചു. അപ്പോൾ അവിടെ നമുക്ക് തരുന്ന ജീവൻ നിത്യജീവനാണ്, അല്ലേ? അപ്പോൾ ഈ നിത്യജീവനിലേക്ക് നമ്മൾക്ക് ഈ ലോക ജീവിതയാത്രയിൽ തന്നെ പ്രവേശിക്കുവാനായിട്ട് കഴിയും. കാരണം യോഹന്നാൻ 5:24 വിശ്വസിക്കുന്നവൻ മരണം കടന്ന് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഞാൻ ജീവനിൽ പ്രവേശിച്ചു, ആ ജീവൻ എനിക്കുണ്ട് എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇന്ന് പല വിശുദ്ധന്മാർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അവർ വളരെയധികം
കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരല്ല. നമ്മൾ ഈ കാര്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ നിത്യജീവനിൽ തന്നെയാണോ? ഈ നിത്യജീവനിൽ വാഴുന്നൊരു അനുഭവം എനിക്കുണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും യോഹന്നാൻ അത് വെളിപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ 3:14-15 നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. കണ്ടോ? അപ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരിന്ന് ജീവനിലാണെന്നാണ് വചനം പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 15-ാം വാക്യം സഹോദരനെ ഭയക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പകയ്ക്കുന്നുവെങ്കിൽ, നമ്മളങ്ങനെ മറ്റുള്ളവരെ പകച്ചും വിദ്വേഷിച്ചുമൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ തിരുവചനം പറയുന്നത് അവരിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്നാ. നോക്കുക പ്രിയമുള്ളവരെ, അവർ കൊലപാതകന്മാരാണെന്നാ. അപ്പോൾ ഞാൻ നിത്യജീവനിലാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയണം. ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഈ നിത്യജീവനിൽ വാഴാത്തതുകൊണ്ടാണ്. ഈ ജീവൻ നമ്മളിൽ വാഴണം. ക്രിസ്തു നമ്മുടെ ജീവനായി വരണം. അപ്പോൾ ഞാൻ ഇന്ന് ജീവൻ പ്രാപിച്ചോ? കർത്താവ് നമ്മിലുണ്ടെങ്കിൽ ആ ജീവനും നമ്മിലുണ്ട്. കാരണം വളരെ വ്യക്തമായിട്ട് അതേ 1 യോഹന്നാനിൽ 5-ാം അധ്യായം 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്തുവാ? ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. കണ്ടോ? തരുമെന്നല്ല, തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവത്തിനില്ലാത്തവന് ജീവനില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിത്യജീവനിലാണെങ്കിൽ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ അടയാളം തന്നെ എന്തുവാ? യോഹന്നാൻ 13:35 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അത് ആരോടും പറയണ്ട, അവർ തന്നെ കണ്ടറിയും. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന 5-ാമത്തെ കാര്യം നിത്യജീവൻ എന്നുള്ളതാണ്. നിത്യജീവൻ. ഈ ജീവൻ ഇന്ന് നമ്മളിൽ വാഴണം. ആ ജീവൻ ഇന്ന് നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ ആ ജീവൻ നമ്മളിലുണ്ട്. പുത്രനുള്ളവന് ആ ജീവനുണ്ട്. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? ഇനിയും 6-ാമത്തെ കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ് ശുശ്രൂഷകന്മാർ. സഭ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സഭയുടെ കെട്ടുപണിക്ക് ശുശ്രൂഷകന്മാർ വളരെ ആവശ്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനൊന്ന് വായിക്കാം. അവൻ ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ ഇവിടുത്തെ ദാനം എന്നുള്ളത് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. വാസ്തവത്തിൽ നമ്മൾ ശുശ്രൂഷകന്മാരെ ഓർത്ത് എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടവരാണ്. അവരിലൂടെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന നമ്മുടെ ആത്മീയ ഉന്നതിക്ക് ആവശ്യമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൂതുകളും ലഭിക്കുന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദൈവമക്കളെ.
നമ്മളിത് വളരെ ഗഹനമായിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഈ സത്യത്തെ നന്നായി പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ കർത്താവിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മൾ ചിന്തിക്കുക, ഓരോ വ്യക്തികളും ഈ ശുശ്രൂഷയെക്കുറിച്ചും ശുശ്രൂഷകന്മാരെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരായിരിക്കണം. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ് ശുശ്രൂഷകന്മാർ. ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് എത്ര അനിവാര്യമാണ്, എത്ര ശ്രേഷ്ഠമാണ്. ആറാമത്തെ കാര്യം, എല്ലാ നല്ല ദാനവും യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 17-ാം വാക്യമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. നോക്കുക, എല്ലാ നല്ല ദാനവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തെ പോലെ നല്ലവൻ ആരുമില്ല. അവിടെ നൽകുന്നതെല്ലാം നന്മ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാ നല്ല ദാനവും നമുക്ക് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അവിടുന്ന് നമ്മളെ നല്ല ദാനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുക. ചിന്തിക്കുക, ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. മത്തായി 7-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നോക്കുക, അവിടുന്ന് എല്ലാ നിലയിലുള്ള നന്മകളും നമുക്ക് ധാരാളമായി പകരുന്ന ഒരു നല്ല പിതാവാണ്. ഈ ലോകത്തിലെ പിതാക്കന്മാർ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് എത്രയധികം. കാരണം അവിടുന്ന് നല്ലവനാണ്. ആ കർത്താവിനെ പോലെ നല്ലവൻ മറ്റാരുമില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമുക്ക് ഇവിടെ നമ്മൾ ചിന്തിച്ച തീരാത്ത ദാനങ്ങളിൽ 7 കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരിക, തീരാത്ത സന്തോഷം. നമുക്കറിയാം, ദൈവത്തിൽ നിന്നും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം ഒരിക്കലും കെട്ടടങ്ങിയേരാത്ത സന്തോഷമാണ്. നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ. ഈ സന്തോഷം നമുക്ക് പറഞ്ഞാൽ തീരുകയില്ല. നോക്കുക പ്രിയമുള്ളവരെ, വർണ്ണിച്ച് തീർക്കാൻ കഴിയുകയില്ല. മഹിമയുള്ള സന്തോഷമാണ്. വിശുദ്ധന്മാർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു വർണ്ണനയാണ്. ഈ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ അനേക ഇടങ്ങളിൽ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സങ്കീർത്തനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ധാന്യവും ബീജും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ രക്ഷാസന്തോഷം. അതാണ് ദൈവം തരുന്ന സന്തോഷത്തിൻ്റെ പ്രാധാന്യത. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് ധാന്യവും ബീജും വർദ്ധിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. എന്നാൽ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന സന്തോഷം അതിനേക്കാളൊക്കെ വളരെ വലുതാണെന്ന, ശ്രേഷ്ഠമാണെന്ന നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഈ സന്തോഷത്തെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബാധിക്കുവാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയില്ല. ഈ സന്തോഷമുള്ളവർക്ക് ആ സന്തോഷത്തിൽ എപ്പോഴും മരിക്കുവാനായിട്ട് കഴിയും, എപ്പോഴും സന്തുഷ്ട ജീവൻ നയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ, എബ്രായർ 10:34, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. കണ്ടോ, എത്ര വലിയ കാര്യമാണ്. അവിടെ സമ്പത്തുകളൊക്കെ അപഹരിക്കപ്പെട്ടു. എൻ്റെ സമ്പത്ത് പോയി, അല്ലെ ഇന്നത്തെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ എത്രയോ സഹോദരങ്ങൾ അല്പ സമ്പത്തിന് വേണ്ടി സഹോദരന്മാർ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
എത്രയോ പേർ അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാനിടയായിട്ടുണ്ട്. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ഈ സമ്പത്തിന് പിന്നാലെ എത്രയോ പേർ അവരുടെ ആത്മീയ ബന്ധങ്ങളെ തകർക്കുവാനിടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഭക്തന്മാരായ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് അവർ തടവുകാരോട് സവധാനം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അങ്ങനെയുള്ള അപഹാരങ്ങൾ വല്ലതും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടെ ഒന്നും ഞാൻ ഒരിക്കലും ഒരു ശകലം പോലും നിരാശനായിട്ടില്ല. വളരെ വിലപ്പെട്ട ചില കാര്യങ്ങളാണ്. ഞാൻ ആ കഥയും കഹാനിയൊന്നും ഇവിടെ പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള തിക്തമായ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാം സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കാരണം സ്വർഗത്തിലെ ഉത്തമ സമ്പത്താണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ചരിവുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു വിഷയമല്ല. അതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ആഗ്രഹം. നമുക്ക് നമ്മുടെ ദൃഷ്ടി എപ്പോഴും സ്വർഗീയമായ കാര്യങ്ങളിൽ നിത്യതയെക്കുറിച്ചായിരിക്കണം. നിത്യതയിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ആ പ്രതിഫലങ്ങളെക്കുറിച്ചായിരിക്കണം. നമുക്ക് കർത്താവിൽ സന്തോഷിക്കുന്ന ആ സന്തോഷത്തെ മറ്റൊന്നും അപഹരിക്കാൻ പാടില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പഴയ നിയമത്തിൽ ഹബക്കൂക്ക് എന്ന് പറയുന്ന ആ ഭക്തൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഹബക്കൂക്ക് 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോവും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ്. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിലാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഉണ്ടോ? ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവൻ വളരെ ഏത് സമയത്തും സംതൃപ്തനായിരിക്കാൻ അവർ ശീലിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടല്ലേ ജയിലിൽ പോലും കിടക്കുമ്പോൾ പൗലോസ് ഫിലിപ്പി ലേഖനം ഒരു സന്തോഷത്തിൻ്റെ ലേഖനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതിന് 4:4 വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ. നമുക്ക് ദൈവം ചെയ്തിരിക്കുന്ന ഈ മഹത്തരമായ സമ്പത്ത്, ലോകമനുഷ്യരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് അവർ നിരാശരാകും, അവർ കോപിഷ്ഠരാകും, അവരുടെ ധൈര്യം അവർ തള്ളിക്കളയും, അവർ വിശ്വാസ ജീവിതത്തെ ത്യജിച്ച് കളയും. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോട്ടം എപ്പോഴും എൻ്റെ യജമാനന് എന്നിൽ പ്രസാദമുണ്ടോ, അവിടുന്ന് ഇപ്പോൾ എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ, അവനെപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുന്നതിനായിരിക്കും. ഈ ലോകത്തിലേക്കോ ലോകനഷ്ടങ്ങളിലേക്കോ കഷ്ടങ്ങളിലേക്കോ നിന്ദകളിലേക്കൊന്നുമല്ല. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് ഈ പറഞ്ഞു തരാത്ത സന്തോഷം നമ്മളെ ഭരിക്കുന്നുണ്ടോ? അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടേ. അവസാനത്തെ സമ്പത്തിനെ കുറിച്ചുകൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. അത് പറഞ്ഞു തീരാത്ത അനുഭവമാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൗലോസ് ഇവിടെ പറയുന്ന 2 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാം വാക്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇതാ പറഞ്ഞുകൂടാൻ പറ്റാത്ത അനുഭവം വളരെ വിലപ്പെട്ട കാര്യമാണ്. പറഞ്ഞുകൂടാൻ പറ്റാത്ത അനുഭവമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, ഇവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അറിയുന്നത് നല്ലതാണ്. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പിന്നെ അതേ 12-ാം അധ്യായം 2-3 വാക്യം വായിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു.
ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് അവൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ചിന്തിക്കുക, ഇത് പൗലോസിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. അത് എവിടെ വെച്ച് നടന്നതാണെന്നുള്ള അറിയാമോ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം, ആ 14-ാം അധ്യായത്തിലാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്പമായിട്ട് കൊണ്ടുവരാം. നമ്മൾ 14-ാം അധ്യായത്തിൽ പൗലോസും ബർന്നബാസും ലുസ്രയിലെത്തിയപ്പോൾ അമ്മയുടെ, അതിൻ്റെ 14-ാം അധ്യായം 8 മുതൽ ഞാൻ വായിക്കാം. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. പൗലോസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു. നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള വിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായ സൗഖ്യം. അതിനെ തുടർന്ന് അവിടെയുള്ള ആൾക്കാർ ഇത് ദേവന്മാരാണ്, നമുക്കിവരെ പൂജിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ വളരെ ബന്ധപ്പെട്ട് ബർന്നബാസും പൗലോസും ആ ഉദ്യമത്തെ തടയുന്നു. അപ്പോൾ നാം കാണുന്നത് അവിടെ അല്പം കഴിഞ്ഞപ്പോൾ, ഇത് നോക്കുക, ഇപ്പോൾ ഇവിടെ ദേവന്മാരാണെന്ന് പറഞ്ഞ് പൂജിക്കാൻ പോയ ജനങ്ങളെ അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നാൽ അന്ത്യോക്യ, അതിൻ്റെ 19-ാം വാക്യം, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ലുക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. കണ്ടോ, നോക്കുക, അവർ വിചാരിച്ചത് മരിച്ചു പോയില്ല. അപ്പോൾ ഈ സന്ദർഭത്തിലായിരിക്കാം പൗലോസ്ലീഹ 3-ാം സ്വർഗത്തോടും പറുദീസയോടും എടുക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, സ്വർഗത്തിലെ അനുഭവങ്ങളെ പറയുവാനായിട്ട് ഇത്ര പണ്ഡിതനും വലിയ ജ്ഞാനിയും വലിയ ദർശനം പ്രാപിച്ചവനുമായ പൗലോസിനായി കഴിഞ്ഞില്ല. ഇന്ന് അനേകരും ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ പോയ കാര്യമൊക്കെ. വെറും പച്ചക്കള്ളം. സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആർക്കും കഴിയില്ല. ഇവിടെ അത് അതുല്യമായ കാര്യങ്ങൾ, അതിന് പറ്റിയ ഭാഷകളൊന്നും ലോകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പൗലോസ്ലീഹയുടെ പറഞ്ഞു തീരാത്ത അനുഭവമാണ്. അത് എത്ര മാത്രം വർണ്ണിച്ചാലും മതി വരാത്ത കാര്യമാണ്. നമുക്ക് കർത്താവിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കാം. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കർത്താവിൽ നിന്നും എന്തുമാത്രം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ തീരാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ തീരെയരാതെ വണ്ണം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ പങ്കുവയ്ക്കണം. അപ്പോൾ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഈ 3 നിലയിലുള്ള സമ്പത്ത് ഒരു വിശുദ്ധൻ്റെ പക്കൽ ഉണ്ടായിരിക്കും. ആ 3 നിലയിലുള്ള സമ്പത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായി ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തൊക്കെയാണ് 3 തീരാത്ത സമ്പത്ത്? 1 പറഞ്ഞു തീരാത്ത ദാനം, 2 പറഞ്ഞു തീരാത്ത സന്തോഷം, 3 പറഞ്ഞു തീരാത്ത അനുഭവം.
നിശ്ചയമായും ഈ വചനങ്ങൾ കേട്ട എല്ലാവർക്കും അവരുടെ ജീവിതത്തെ ഒരു സ്വയശോധന ചെയ്ത് ഈ സമ്പത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവം പറയുന്നത് പോലെ, വചനം പറയുന്നത് പോലെയുള്ള ഇങ്ങനെയുള്ള സമ്പത്തുകൾ എൻ്റെ പക്കലുണ്ടോ എന്നൊരു സ്വയശോധന ചെയ്യാം. കർത്താവിൽ സമ്പന്നരായി നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഈ വചനം കേട്ട എല്ലാവർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.